എല്ലാളുമായ ഒരു അമിത സൗഹൃദം വന്നത് ഇപ്പോൾ ഖേദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അമിത ബന്ധങ്ങളേ ഇല്ല. ഞാനിങ്ങനെ പലരും ഈ ട്രെയിനിൽ കാണും, പോകും, ബന്ധപ്പെടും, പറയും, സംസാരിക്കുന്നതൊക്കെ കവിഞ്ഞ് വേറെ ഒരു അമിത ബന്ധങ്ങളോ അത്തരത്തിലുള്ള യാതൊരു കാരണം ഞാൻ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കാരണം പലരുടെയും സൗഹൃദമുള്ള ഒരാളാണ്. അതുകൊണ്ട് ആരെങ്കിലും ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ജാഗ്രതയോടുകൂടി കാണും. BJP വലയമായിട്ട് എല്ലാ നേതാക്കളുടെയും പിന്നിൽ ഉണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തയുണ്ട്. ആ വലയമായിട്ട് EP ജയരാജന്റെ ഇവർ എങ്ങനെ ധൈര്യം ഉണ്ടായി അവർക്ക്? അതാണ് ഞാൻ സംശയിക്കുന്നത്. എങ്ങനെ ഉണ്ടായി? ഈ കേരളത്തിൽ ഈ BJP ദുർബലപ്പെടുകയാണ്. ദേശീയ അടിസ്ഥാനത്തിൽ BJP ദുർബലപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇത് വ്യക്തമാകും. വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലൊന്നും അവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. TG നന്ദകുമാർ ഫ്രോഡാണെന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുത്തിരുന്നല്ലോ, അത് തിരിച്ചറിയാൻ വൈകിപ്പോയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പലരുമായിട്ടും എനിക്ക് ബന്ധവും പരിചയമുണ്ട്. നല്ലവരായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചിലരുമായിട്ടും അവർ വന്ന് പരിചയപ്പെടും. ഞാൻ പിന്നെ അവരെ നിങ്ങൾ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാറില്ല ഒരാളെയും. അവർ ഓരോരുത്തർ വരുമ്പോഴും അവരുടെ കാര്യം അവരുടെ സംസാരത്തിൽ അപ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ശോഭാ സുരേന്ദ്രൻ ആവർത്തിച്ച് താങ്കളുടെ പേര് തന്നെ പറയുകയാണ് പല സ്ഥലത്തും. ഞാൻ പറഞ്ഞത് അവർക്ക് എന്തോ ഒരു അസൗകര്യമുണ്ട്, എന്തോ ഒരു. ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല. ഞാൻ അതാ പറയുന്നത്, ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല. ഞാൻ 2 കൊല്ലമായി ഡൽഹി പോയിട്ട് ആകെ ഒരു പ്രാവശ്യമാണ് പോയത്. അത് ഞാൻ നേരത്തെ നിങ്ങളുടെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ പത്രക്കാരെ, അത് രണ്ടാമത്തത്, നിങ്ങൾ പത്രക്കാരെ ആ സ്ത്രീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് പറയും. ഇല്ലെങ്കിൽ പരസ്യമായ ആ സ്ത്രീയെ ശാസിക്കും. അതിന് നിങ്ങൾ തൻ്റെ ഇടം കാണിക്കുക. നിങ്ങളിങ്ങനെ ഒരാളെ വന്ന് ഇങ്ങനെ വായിക്കുന്നോന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള പത്രങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ചാനലിലൊക്കെ വരുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ എന്തും പറയാനുള്ള ഒരു അവസ്ഥ വരുന്നത്. നിയമ നടപടി സാധ്യതയില്ലേ? അത് ഞാൻ നിയമപരമായിട്ട് ആലോചിക്കും. തീർച്ചയായും ഇതിപ്പോ അവസാനമായി ഇപ്പം ഇന്ന് ഒരുപാട് മാസത്തിന് ശേഷം ഫ്ലൈറ്റിൽ കയറുകയാണല്ലോ. അല്ല, ഞാൻ പിന്നെ ഫ്ലൈറ്റിൽ കയറലുണ്ട്. ഇത് എയർ ഇന്ത്യയാണ്. ഞാൻ ഇൻഡിഗോയിൽ കയറാറില്ല. പിന്നെ ഞാൻ കയറിയിട്ടുമില്ല. ഇനി കയറിയില്ല. ഇത് അവരുടെ തെറ്റ് തിരുത്തി അവർക്ക് പറ്റിയ പെശക അവർ അഡ്മിറ്റ് ചെയ്തൊക്കെ വരും. പക്ഷേ EP ജയരാജനാണ് നിലപാട് പറഞ്ഞത്. ശരി, എന്തായാലും EP ജയരാജൻ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രകാശ് ജാവ്ദേക്കറുമായി ഞാൻ യഥാർത്ഥത്തിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധമായി പോവില്ലേ? എന്തും പറയല്ലേ? ഇങ്ങനെയുണ്ട്. ഇതാണ് BJPയുടെ രാഷ്ട്രീയ നേതൃത്വം. അവർ പറയട്ടെ. ഇനി ഇതാണ് അവരുടെ നിലപാട്. അവരെ പരിശോധിച്ച് പറയട്ടെ. പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ EP ജയരാജന് വിശദീകരണങ്ങളുടെ ദിനമാണ്. എല്ലാ ദിവസവും മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലടക്കം വിശദീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടുകളിലടക്കം വിശദീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരുന്നത് ശോഭാ സുരേന്ദ്രനെ താൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തെ കണ്ടു എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് അത്തരം ചർച്ചകളൊന്നും ആയിരുന്നില്ല. തന്റെ മകന്റെ വീട്ടിലേക്ക് വന്ന ശേഷം ഒരു 5 മിനിറ്റ് മാത്രം നിന്ന് സംസാരിക്കുക മാത്രമാണ് ഉണ്ടായതെന്ന വാദത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അത് ഇപ്പോൾ പറയുന്നത് താനും അല്ലെങ്കിൽ ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയെന്നതിനപ്പുറം BJPയും ഈ TG നന്ദകുമാറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടത് എന്നാണ്. ഇക്കാര്യം മാധ്യമങ്ങൾ തന്നെ അന്വേഷിക്കണം. തന്നെപ്പോലെ ഒരു പ്രമുഖ നേതാവ് BJPയിലേക്ക് പോകുമെന്നുള്ളത് തന്നെ അസംബന്ധമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടെ ദേശീയ തലത്തിലും എല്ലായിടങ്ങളിലും BJP അപ്രസക്തമാവുകയാണ്. ആ സമയത്ത് തന്നെപ്പോലെ ഇത്തരമൊരു ആരോപണം തനിക്കെതിരെ ഉയർത്തുന്നത് അത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഗോപാൽ ശീലാസനലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോപാൽ, കഴിഞ്ഞ 2 ദിവസമായി EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം വിശദീകരണത്തിന്റെ നാളുകളാണ്. ഇന്നിപ്പോൾ CPM സെക്രട്ടേറിയറ്റ് നടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയുന്നു. ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള കാര്യം കൂടി അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ? ജിൽസി, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഷാർപ്പായിട്ടുള്ള തരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇന്നുണ്ടായിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ആദ്യം CPM സെക്രട്ടേറിയറ്റ് പങ്കെടുക്കാൻ എത്തുകയില്ല, അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. ഇന്നലെ രാത്രിയും അദ്ദേഹം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിനേക്കുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ എത്തിയ എയർ ഇന്ത്യ വിമാനത്തിലായിരുന്നു അദ്ദേഹം 6:50 തിരുവനന്തപുരത്ത് എത്തിയത്. 7 മണിയോടുകൂടി അദ്ദേഹം പുറത്തേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ലഭ്യമാവുകയും ചെയ്തു. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്ന വാക്കുകളിൽ
തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ശോഭ സുരേന്ദ്രനുമായി തനിക്ക് ഒരു ബന്ധവുമില്ല. ശോഭ സുരേന്ദ്രൻ എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നോ അല്ലെങ്കിൽ എന്തിനാണ് ഈ ഘട്ടത്തിൽ ഇ പി ജയരാജനെ പോലുള്ള സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകന് നേരെ ഇത്തരം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് അറിയില്ല. അതിനെന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ടാകാം. അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്നതാണ് ഇ പി ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള ബന്ധം, ദല്ലാൽ നന്ദകുമാറും BJPയും തമ്മിലുള്ള ബന്ധമാണ് പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ് ഇ പിയുടെ ഭാഗത്ത് ഉണ്ടായത്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്യും എന്നൊരു പരോക്ഷ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ താൻ ഈ LDF കൺവീനറാണ്, അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ പുറത്താക്കാനോ കഴിയുന്ന സംഗതിയല്ല ഈ LDF കൺവീനർ സ്ഥാനമാണെങ്കിലും ഈ അച്ചടക്ക നടപടി ആണെങ്കിലും. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ വിശദമായി ചർച്ച ചെയ്ത് ആ വിഷയം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും. പ്രധാന അജണ്ട തെരഞ്ഞെടുപ്പ് അവലോകനമാണ് എങ്കിൽ പോലും ആ വിഷയം ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. BJPക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വലിയ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം ആഞ്ഞടിച്ചത്. ഇ പി ജയരാജനെ പോലെയുള്ള ഒരു നേതാവിന് മുന്നിൽ BJPയിലേക്ക് വരണം എന്ന ആവശ്യവുമായി ഇവർക്ക് എത്താൻ എങ്ങനെ ധൈര്യം വന്നു എന്നും താൻ BJPയിലേക്ക് പോകും എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഇവർ കണക്ക് കൂട്ടുന്നത്, പൊതുസമൂഹത്തിൽ വാർത്തകൾ വരുന്നത് എന്ന് അറിയില്ല. BJP ഈ ഒരു ഘട്ടത്തിൽ പോകാൻ സാധിക്കുകയില്ല. ശോഭാ സുരേന്ദ്രൻ തനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ത്രീയാണ് താൻ. അവരുടെ പ്രസംഗങ്ങളെയൊക്കെ അത്രയും മോശമായ വാക്കുകളായും അവരുടെ അഭിപ്രായങ്ങളെയും നിലപാടുകളെയും അത്രയും മോശം രീതിയിലും കാണുന്ന ആളാണ് താൻ. അവരുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്നും അവരുടെ ഒരു പിന്തുണയോടുകൂടി BJPയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്നുമൊക്കെയുള്ള വാർത്തകളെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ശേഷിയ വൃത്തികേട് ആ വാക്കു തന്നെ പ്രയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. എന്തായാലും ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇത് സംബന്ധിച്ച് നിർണായകമാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഇ പിയുടെ പ്രതികരണം കൂടി വന്നതോടുകൂടി ഏറെക്കുറെ സ്ഥിരീകരിക്കാൻ സാധിക്കും. തീർച്ചയായും ഗോപാൽ, അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. കാരണം ഇന്നിപ്പോൾ CPM സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ടയെങ്കിലും ഇപ്പോൾ ഏറ്റവും ചൂടുപിടിച്ച് കത്തി നിൽക്കുന്ന വിവാദം ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയും അദ്ദേഹം അതിന്മേലുള്ള സ്ഥിരീകരണവും ഒക്കെയാണ്. എന്തായാലും അത് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ തന്നെ CPയുടെ അതൃപ്തി കൂടെ ഒരു പക്ഷേ ആ വിഷയം അടക്കം എല്ലാ കാര്യങ്ങളും സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഗോപാൽ.